പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 8ാം ക്ലാസ് കെമിസ്ട്രിയിലെ 16ാമത്തെ പാഠഭാഗമായിട്ടുള്ള വാട്ടർ അഥവാ ജലം എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലേ. വെള്ളത്തിൻ്റെ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവ ലോഹങ്ങളുമായിട്ട് അല്ലെങ്കിൽ മെറ്റലുമായിട്ട് റിയാക്ഷനിൽ ഏർപ്പെട്ടാൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള നമുക്ക് അറിയുന്ന ഒരാളാണ് ആര് മക്കളെ? അയൺ അല്ലെങ്കിൽ എന്താണ്? ഇരുമ്പ് അല്ലേ. ഈ ഒരു ഇരുമ്പ് വെള്ളവുമായിട്ട് കൂടിച്ചേർന്ന് എന്താ ഉണ്ടാകുക? നമ്മുടെ ഇരുമ്പൊക്കെ വെള്ളത്തിൽ തട്ടി 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 എന്താ സംഭവിക്കുക മക്കളെ? തുരുമ്പിക്കും അല്ലേ, കൊറോഷൻ സംഭവിക്കും. ഓക്കെ അല്ലേ, അല്ലെങ്കിൽ റസ്റ്റിംഗ് സംഭവിക്കും, തുരുമ്പിക്കും. ഓക്കെ ആണല്ലോ. ആ ഒരു സമയത്ത് തന്നെയാണ് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം പോലുള്ള ആളുകൾ തണുത്ത വെള്ളവുമായിട്ട് കോൾഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസിനെ റിലീസ് ചെയ്യും അല്ലെങ്കിൽ പുറത്തോട്ട് വിടും. ഓക്കെ, ഇതും ഒരു പ്രോപ്പർട്ടിയാണ് അല്ലേ. ഇവർ മെറ്റൽസ് ആണ്. ഇവർ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസിനെ പുറത്തോട്ട് വിടുന്നു. എന്നാൽ നമ്മുടെ ഇരുമ്പ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ തുരുമ്പിക്കുന്നു അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു മെറ്റലാണ് പറയുന്നത് കേട്ടോ, മെഗ്നീഷ്യം. മെഗ്നീഷ്യം പോലുള്ള മെറ്റൽ അല്ലെങ്കിൽ മെഗ്നീഷ്യം വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമൽ തണുത്ത വെള്ളവുമായിട്ടാണ് അത് കമ്പൈൻ ചെയ്യിപ്പിക്കുന്നത്. മെഗ്നീഷ്യത്തെ നന്നായിട്ട് ഉരസി മിനുസപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് റിയാക്ഷൻ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരിലൂടെ ഹീറ്റ് സപ്ലൈ ചെയ്യാണ്. ആ വെള്ളം ഒന്ന് ചൂടാക്കുകയാണ്. അല്ലെങ്കിൽ ഈ ഒരു സബ്സ്റ്റൻസ് നമ്മൾ ചൂടാക്കി കൊടുക്കുന്ന സമയത്ത് റിയാക്ഷൻ പെട്ടെന്ന് സംഭവിക്കും അല്ലേ. ഇവിടെ മെഗ്നീഷ്യം ഓക്സൈഡും ഹൈഡ്രജൻ ഗ്യാസിനെ ഇവർ പുറത്തോട്ട് വിടും. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ അയൺ, ഇരുമ്പിൻ്റെ കേസിലും ഇരുമ്പ് വാട്ടർ വേപ്പറുമായിട്ട് ജലത്തിൻ്റെ ബാഷ്പവുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ മക്കളെ സംഭവിക്കുക? അവരും ഹൈഡ്രജൻ ഗ്യാസിനെ പുറത്തോട്ട് വിടും. ഓക്കെ ആണല്ലോ. വെള്ളവുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് തുരുമ്പിക്കുന്നത്. എന്നാൽ വാട്ടർ വേപ്പറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഹൈഡ്രജൻ ഗ്യാസിനെ പുറത്തോട്ട് വിടും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെള്ളത്തിൻ്റെ വേറൊരു പ്രോപ്പർട്ടി, അത്രയും വലിയൊരു പ്രോപ്പർട്ടിയാണ് വാട്ടർ ദ യൂണിവേഴ്സൽ സോൾവെൻറ്റ്. ജലം സാർവിക ലായകമാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് നോക്കാൻ പോകുന്നത്. 3 ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട്. 3 ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ ഈക്വൽ എമൗണ്ട് ഒരേ അളവിൽ നമ്മൾ എന്തെടുത്തിരിക്കുകയാണ് മക്കളെ? ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ പ്യുവർ വാട്ടർ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ 2 ടെസ്റ്റ് ട്യൂബുകളിലേക്ക് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബിലോട്ട് നമ്മൾ HCl ആഡ് ചെയ്യണം. 2-3 ഡ്രോപ്പ്, അതായത് 2-3 തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുന്നു. അടുത്ത ടെസ്റ്റ് ട്യൂബിലേക്കും അതുപോലെ 2-3 തുള്ളി സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ആഡ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്കറിയാവുന്ന കാര്യമാണ് മക്കളെ എന്ത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു ആസിഡിക് ക്യാരക്ടറാണ് കാണിക്കുന്നത്. NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, ആൽക്കലൈൻ നേച്ചറാണ് കാണിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രോപ്പ് ഇതിലോട്ട് ഒട്ടിച്ചുകൊണ്ട് ഈ ഒരു സൊല്യൂഷൻ ഒരു ആസിഡിക്കായി, ഈ ഒരു സൊല്യൂഷൻ ആൽക്കലൈനായി. അതുകൊണ്ടാണ് നമ്മളോട് ഇതിലേക്ക് pH പേപ്പർ ഇട്ട് വെക്കാനും അതുപോലെ തന്നെ ലിറ്റ്മസ് പേപ്പറൊക്കെ ഇട്ട് വെക്കാൻ പറഞ്ഞല്ലേ. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡാക്കി മാറ്റുന്ന സബ്സ്റ്റൻസും ഉണ്ട്, റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കിയിട്ട് മാറ്റുന്ന ആളുകളുണ്ട് അല്ലേ. pH നോർമൽ വാട്ടറിൽ 7 ആണല്ലേ. എന്നാൽ ആസിഡിക് ആയിട്ടുള്ള ആളുകളിലോ 7ൽ ബിലോ ആയിരിക്കും, ആൽക്കലൈൻ ആയിട്ടുള്ള ആളുകളിലേക്ക് 7 എബോവ് ആയിരിക്കും വാല്യൂ വരുന്നുണ്ടാകുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്ന റെയിൻ വാട്ടർ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടല്ലോ, pH വാല്യൂ 7 ഉള്ള ആൾ, അയാളിൽ ആസിഡിക് ക്യാരക്ടറോ ആൽക്കലൈൻ ക്യാരക്ടറോ ഉണ്ടാകില്ല. അതായത് ആസിഡിൻ്റെ സ്വഭാവവും ആൽക്കലിയുടെ സ്വഭാവവും ഉണ്ടാവത്തില്ല. ഇങ്ങനെയുള്ള ലായകത്തെ എന്താണ് നമ്മൾ വിളിക്കാറുള്ളത്? നിർവീര്യ ലായകം അല്ലെങ്കിൽ ന്യൂട്രൽ സോൾവെൻ്റ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ശുദ്ധജലത്തിന് ആസിഡിൻ്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഇല്ലാത്തതിനാൽ ആ ജലത്തെ നമ്മൾ എന്താ വിളിക്കുക? നിർവീര്യ ലായകം അല്ലെങ്കിൽ ന്യൂട്രൽ സോൾവെൻ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഒരു പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്, നമ്മളിതുപോലെ 3 ബീക്കർ എടുത്തിരിക്കുന്നുണ്ട്. ഇതിൽ റെഡ് ആയിട്ടുള്ള ഒരു കളർ കിട്ടാൻ വേണ്ടി നമ്മൾ റെഡ് ഇങ്ക്, അതായത് ചുവന്ന മഷി ആഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ വെള്ളത്തിലോട്ട്. അതുപോലെ അടുത്തതിലേക്ക് നമ്മൾ കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്തിരിക്കുന്നുണ്ട്. അതിൻ്റെ കളറാണ് ആ ഒരു പർപ്പിൾ ബ്ലൂ കളർ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നിക്കൽ സൾഫേറ്റുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇതൊക്കെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഓരോ 3 കളേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്തും ഈ വാട്ടറിന് ആ സെയിം കളർ വന്നിട്ടുണ്ട് അല്ലേ. ഈ ഒരു ജലത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന കളർ വന്നിട്ടുണ്ട്.
അപ്പം അതും ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു പ്രത്യേകതയാണ് വാട്ടറിൻ്റെ കേട്ടോ. നിറമുള്ള ഏത് പദാർത്ഥം ചേർത്താലും ചേർക്കുന്ന പദാർത്ഥത്തിൻ്റെ നിറം സ്വീകരിക്കാൻ ജലത്തിന് കഴിയും. നമ്മൾ ഏത് കളറാണോ ഇതിലൂടെ ആഡ് ചെയ്യുന്നത് ആ ഒരു കളേർഡ് സബ്സ്റ്റൻസിൻ്റെ ആ ഒരു കളർ അക്വയർ ചെയ്യാൻ വാട്ടറിന് കഴിയും. അതിലോട്ട് ആഡ് ചെയ്തിരിക്കുന്ന കളറ് അക്വയർ ചെയ്യാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ വാട്ടറിന് കഴിയും. ഇതും വെള്ളത്തിൻ്റെ എന്താണ് മക്കളെ, ഒരു പ്രോപ്പർട്ടി അല്ലേ. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ്, അതായത് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കുന്നതിനാൽ, അതായത് ഒരുപാട് സബ്സ്റ്റൻസുകളെ വേരിയസ് സബ്സ്റ്റൻസുകളെ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നതിനാലും അതുപോലെ തന്നെ ഒരുപാട് ലായനികൾ സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ ഒരുപാട് വൈഡ്ലി, അതായത് വ്യാപകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനാലും ഒരുപാട് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനാലുമാണ് നമ്മൾ ഈ ഒരു വാട്ടർ എന്ന് പറയുന്ന ആളെ അല്ലെങ്കിൽ ജലം എന്ന് പറയുന്ന ആളെ എന്ത് വിളിക്കുന്നത്, സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പുകളിൽ ചോദിക്കൂട്ടോ. താങ്ക് യു.